നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നുള്ളത് ആറ്റുപുറത്താണ് കേട്ടോ. ആറ്റുപുറം എന്ന് പറയുമ്പോൾ അയിരൂര് അടുത്തായിട്ട് വരും. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് വെസൽ ഫിൽട്രേഷൻ തന്നെയാണ്. ഇപ്പൊ ടെറസിന്റെ മേലെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് 2 വെസൽ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾഡ് ആണ്. ഇത് ഏകദേശം ഒരു 10-15 വർഷത്തോളമായി. ഇപ്പോൾ ഇതിന്റെ അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-54 വെസലാണ്. ഇതിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കണം, വെള്ളം വരുന്നില്ല. അപ്പൊ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ ഇത് മാറ്റിയിട്ട് നമ്മുടെ 1354 ടാറ്റയുടെ വെസലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് മേലെ. അപ്പോൾ നമുക്ക് ഉടനടി നമ്മുടെ വർക്കിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുന്നേ ഞാൻ നിങ്ങളെ ഇതിന്റെ ഇവിടുത്തെ വെല്ലിന്റെ അവസ്ഥ കാണിച്ചു തരാം. വെല്ലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വലിയൊരു എന്താ പറയാ കോംപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റൂല. അന്ന് അത്യാവശ്യം ചെളിയുണ്ട്. അപ്പോൾ കയറി പോകുന്ന ലൈനാണ് വെക്കുന്നത്, പമ്പിംഗ് ലൈനിലാണ്. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി എന്നാണ് കസ്റ്റമറുടെ ഡിമാൻഡ്. നമ്മൾ 1354 വെസൽ ഈ 2 ഓൾഡ് വെസൽസ് മാറ്റിയിട്ട് നമ്മൾ സെയിം പ്ലേസിൽ തന്നെ നമ്മുടെ 1354 ടാറ്റയുടെ വെസൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. അപ്പൊ അതിന്റെ വർക്കുകളാണ്. അപ്പൊ ആദ്യം നമുക്ക് ഞാൻ ആ വെല്ല് കാണിച്ചു തരാം. ബൈ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെല്ല്. അത് ഞാൻ താഴെ ചെന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ലാഡർ വഴി ഇറങ്ങണം. നെറ്റ് കിട്ടിയിട്ടുണ്ട്. നെറ്റ് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വെള്ളം ഇപ്പോഴത്തെ അവസ്ഥ. ഇതിന്റെ സെന്ററിൽ കൂടി വേറൊരു ബോർ അടിച്ചേക്കാണ്. ഒരു ബോർ വെല്ല് ഇതിന്റെ സെന്ററിൽ കൂടി അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വർക്ക് ഉടനടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഭയം സുഹൃത്തുക്കളെ, ഇപ്പൊ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അതിപ്പോ ബാക്ക് വാഷിലേക്ക് ഇട്ടൊക്കെയാണ്. പഴയ വെസലിനെ നമ്മൾ എടുത്ത് മാറ്റി എങ്ങനെയായിരുന്നു ലൈൻ അതേമാതിരി തന്നെ നമ്മൾ ഇവിടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വേറെ മോഡിഫിക്കേഷൻ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പഴയ വെസൽ നമ്മൾ ഇരുന്നിരുന്നത് മാറ്റി എങ്ങനെയായിരുന്നു അതേപോലെ നമ്മുടെ വെസൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്തു. ആ 2 വെസൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ബാക്ക് വാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വർക്ക് കഴിഞ്ഞു. നമ്മുടെ വെസൽ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പഴയ വെസൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എടുത്ത് മാറ്റിയായിരുന്നു. എന്നിട്ട് നമ്മുടെ കസ്റ്റമറുടെ ഡിമാൻഡ് പറയാൻ നമ്മൾ 1354 ടാറ്റയുടെ വെസൽ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ കുഴപ്പങ്ങളൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല വെള്ളത്തിൽ. പക്ഷെ അയണിന്റെ സാന്നിധ്യം ഉണ്ട്. നമ്മളിത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് അയണിന്റെ സാന്നിധ്യം. പക്ഷെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാറ്റലോഗ്സ് ഇട്ടിട്ടുണ്ട്. അയൺ റിമൂവർ അതിനകത്ത് കയറ്റിയിട്ടുണ്ട്. കാർബണും ഉണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു, ഫ്ലഷിംഗ് എല്ലാം കഴിഞ്ഞു. അതായത് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ കിണർ ക്ലീൻ ചെയ്യാനും ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ നമ്മൾ വെള്ളം കൊണ്ട് നമ്മുടെ മോട്ടോർ വെച്ചിട്ട് ബാക്ക് വാഷ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഫ്ലഷ് ചെയ്തു. അതിനുശേഷം നമ്മൾ ലൈനപ്പ് ചെയ്ത് ടാങ്കിലേക്ക് എല്ലാം ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കസ്റ്റമർ കൂടി ഉണ്ട്. ജോയിച്ചേട്ടൻ നമുക്ക് ചോദിച്ചു നോക്കാം ജോയിയോട് നമ്മുടെ ഈ വർക്കിനെ കുറിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നുള്ളത്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ വർക്ക് താങ്കൾ നിർദ്ദേശിച്ച പോലെ തന്നെ 1354 ബസ്സിൽ നമ്മൾ പറഞ്ഞ പഴയത് 2 അത് എത്ര വർഷമായിട്ടുണ്ടാവും? അത് 15 വർഷമായിട്ടുണ്ട്. 1054 ബസ്സിലാണ്. അപ്പൊ അത്
നമ്മളെടുത്ത് മാറ്റി നന്നായിട്ട് അഴുക്ക് അയണിന്റെ സാന്നിധ്യത്തിനകത്ത് പഴിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അയണുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് എന്തായാലും അത് പറയാനുള്ള അഭിപ്രായം എന്താണ്? നമ്മൾ ചെയ്ത വർക്ക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? വർക്ക് ഇപ്പൊ അത് കുഴപ്പമില്ല. താങ്കളുടെ നിർദ്ദേശപ്രകാരം നമ്മൾ എങ്ങനെയായിരുന്നു അതേമാതിരി തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ഉണ്ടായിരുന്ന വെസല് നമ്മൾ ഇങ്ങനെ ഒരു ലൈനിലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന ലൈനിൽ ചെയ്യുമ്പോൾ കൂടുതലും പെർഫെക്ഷൻ കിട്ടുന്നത്. കാരണം മോട്ടറിന്റെ പ്രഷർ കൊണ്ട് നേരെ അത് അടിച്ച് ടാങ്കിൽ പോകും. അപ്പൊ ഇതിലിടുന്ന മീഡിയ ഏത് മീഡിയ ആയാലും അതിന് ഡിറ്റക്ട് ചെയ്യാൻ ടൈം കിട്ടില്ല. ഇതിനകത്ത് നമ്മൾ പമ്പിംഗ് ലൈനിൽ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ അതിനകത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന് പ്രഷർ, പിന്നെ ഫ്ലോ, പിന്നെ വാട്ടർ ക്വാളിറ്റി. ഈ മൂന്ന് ഘടകങ്ങളും കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ പമ്പിംഗ് ലൈനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഇടുന്ന മീഡിയ വേസ്റ്റ് ആണ്. അത് കറക്റ്റായിട്ട് അത് ഡിറ്റക്ട് ചെയ്യുന്നതിന് മുമ്പ് നേരെ പമ്പിന്റെ പ്രഷർ കൊണ്ട് പെട്ടെന്ന് അപ്പൊ അതിന് പ്രവർത്തിക്കുക. അത് കണ്ണടച്ച് നോക്കണേക്ക് മുമ്പ് സാധനം ടാങ്കിലെത്തും, വെള്ളം ടാങ്കിലെത്തും. അപ്പൊ അതൊക്കെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് സാധാരണ പമ്പിംഗ് ലൈനിൽ വെക്കാറ്. ഇപ്പൊ നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നത് 10-54 2 വെസൽ നമ്മൾ പമ്പിംഗ് ലൈനിൽ തന്നെയായിരുന്നു. അപ്പൊ അതിന് നമ്മൾ വേറെ ചേഞ്ചസ് ഒന്നും പറ്റിയിട്ടില്ല. എങ്ങനെയായിരുന്നോ ആ പഴയത് മാറ്റിയിട്ട് നമ്മൾ പുതിയതിന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. 13 വെസൽ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ കാറ്റലോഗ്സ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഓക്കെ ആണ് സംഭവം. അല്ല ഇതിപ്പോ നമ്മള് മറ്റേ റിട്ടേണിൽ കൊടുക്കുകയാണെങ്കിൽ റിട്ടേണിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ ഇറങ്ങി വരുന്ന ലൈൻ ഉണ്ടല്ലോ, ഇപ്പൊ ഈ ലൈൻ നമ്മളുടെ 1.25 ലൈനാണ്. സാധാരണ 1.5 ലൈനാണ് ഇറങ്ങി വരാറ്. ഈ 1.5 ലൈൻ നേരെ പിടിച്ച് നമ്മൾ ഇൻലെറ്റ് കൊടുത്തിട്ട് അതല്ല. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എങ്ങനെ? ഫംഗ്ഷൻ സെയിം ഫംഗ്ഷൻ തന്നെ. അതായത് ഫിൽറ്ററിംഗ് പെർഫെക്ഷൻ കൂടുതലായിരിക്കും. പമ്പിംഗ് ലൈനിൽ പെർഫെക്ഷൻ കൂടുതലായിരിക്കുള്ളൂ. പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഇത്ര ഹൈറ്റ് ഉണ്ടല്ലോ, ഹൈറ്റ് നമുക്ക് പ്രശ്നം ഇത് വരില്ല. പിന്നെ നമുക്ക് സോളാർ നിയർ ബൈ അതിന്റെ പേരിൽ ചെറിയൊരു വ്യത്യാസം. എങ്ങനെ വന്നാലും നമ്മൾ പ്രഷർ ഈ ഗ്രാവിറ്റിയിൽ കൊടുക്കുമ്പോൾ ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാവുക. കാരണം ഒരു 100 കിലോ നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുവഴി അതുകൊണ്ടാണ് പ്രഷർ വെള്ളം തീരെ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സാധാരണ നമ്മള് എല്ലാം ഈ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ, ഈ നമ്മളുടെ വെള്ളത്തിന്റെ ക്വാളിറ്റിയാണ് മെയിൻ. പിന്നെ പ്രഷർ, അതുപോലെ തന്നെ ഫ്ലോ, ഇതെല്ലാം നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കയറി പോകുന്ന ലൈനിലും ഇറങ്ങി വരുന്ന ലൈനിലും വെച്ചു കൊടുക്കും. കൂടുതൽ നമ്മൾ ഇറങ്ങി വരുന്ന ലൈനിൽ വെച്ച് കൊടുക്കാറുണ്ട്. പ്രഷറിന്റെ വേരിയേഷൻ അങ്ങനെ പല സ്ഥലത്തും അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും ഓക്കെയാണ്. സാധാരണ ഗ്രൗണ്ട് ഫ്ലോറിനെ അപേക്ഷിച്ച് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ പ്രഷർ ഇത്തിരി കുറവായിരിക്കുള്ളൂ. കാരണം മേലോട്ട് ഹൈറ്റ് വരുന്നതോറും ഗ്രാവിറ്റി ഫ്ലോ കുറച്ച് കുറവായിരിക്കും. പക്ഷെ നമുക്ക് ഷവറിലൊക്കെ അത്യാവശ്യം പ്രഷറും കാര്യങ്ങൾ കിട്ടാറുണ്ട്. അങ്ങനത്തെ പ്രഷറിന്റെ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എനിവേ നമ്മളിവിടെ ഇപ്പൊ പമ്പിംഗ് ലൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഓക്കെയാണ്. ഇതിനകത്തും റൂമുണ്ട്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് റൂം ഉണ്ടെങ്കിൽ ഇതല്ലേ ബാത്റൂമിന്റെ ഹൈറ്റ് തന്നെ. അപ്പൊ നമ്മുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പൊ നമുക്ക് ഇവിടെ പ്രഷർ കുറയാനേ സാധ്യതയുള്ളൂ. കാരണം ടാങ്കും ഈ പറഞ്ഞ പോലെ വലിയ ഹൈറ്റ് ഉള്ള ടാങ്ക് അല്ല. പിന്നെ നമ്മുടെ സ്ട്രക്ചർ ഇട്ടേക്കുന്നത് ഹൈറ്റിലാണെങ്കിലും നമ്മുടെ ബാത്റൂമിന്റെ ഒക്കെ ഏകദേശം ഹൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മള് അത്ര തന്നെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇറങ്ങി വരുന്ന ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ട്. പിന്നെ ലൈൻ ഇറങ്ങി വന്നേക്കണം 1.25 ലൈനാണ്. സാധാരണ 1.5 ലൈനാ വരാറ്. അപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട, എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹാപ്പി അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്കും ഈ വർക്ക് ഇഷ്ടപ്പെട്ടു തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനും അതുപോലെ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അപ്പൊ പുതിയൊരു വർക്കുമായി വരുന്നവരെ ബൈ.